പഠിച്ച ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണല്ലോ. അപ്പം എന്തെങ്കിലും സജഷൻസ് ഹെൽപ്പ് ഒക്കെ തന്നിട്ടുണ്ടോ? ഇഷാൻ തിരിച്ചും നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എനിക്ക് അത്ര സ്പോണ്ടേനിയസ് ആയിട്ട് വേറൊരു സ്റ്റൈല് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോഴല്ല സാധിക്കില്ല. ഇഷാൻ അത്രയും ഭയങ്കര പെട്ടെന്ന് പിക്കുകയും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് പഠിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര അപ്രീഷിയേറ്റഡ് ആയിരുന്നു ഇഷാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ. പുതിയ സ്കിൽ പഠിക്കുമ്പോൾ ഒരു ലേണിംഗ് ടൈം ഉണ്ടാവില്ല. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അത്രയും ടൈം ഉണ്ടാവില്ല. അപ്പോൾ 3 ദിവസം പ്രാക്ടീസും റിഹേഴ്സൽസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗംഭീരമായിട്ട് ചെയ്തു, പെട്ടെന്ന് പിക്ക് ചെയ്ത് ചെയ്തു. ഇറ്റ് വാസ് തീരെ എളുപ്പമായിരുന്നില്ല. അത് തീരെ ക്ലാസിക്കൽ അറിയാതെ വന്ന് ഇത്രയും നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ഇത് ഇവര് പരസ്പരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ഇന്റർവ്യൂ എടുക്കാം. റിയൽ ലൈഫിലല്ലേ? നിങ്ങള് നമുക്കിനി കുറച്ചേരം ഇവരെ കുറിച്ച് പോയിട്ടോ. ഇനി നിങ്ങൾ പരിസരം എങ്ങനെയുണ്ടായിരുന്നു? ജിംഖാന കണ്ടിട്ട് എന്താ ആദ്യം പറഞ്ഞേ? ഞാൻ അപ്പൊ തന്നെ മെസ്സേജ് അയച്ചായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ജിംഖാനയിൽ എനിക്ക് ഇവനൊരു ബ്രീഫ് തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് പടം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഹൈപ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് വെറുതെ എന്തെങ്കിലും പറയായിരിക്കും. പക്ഷെ പടം ഞാൻ ആദ്യം എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പടം. അടിപൊളിയായിരുന്നു, പണിയെടുത്തിട്ടുണ്ട് നല്ലപോലെ. ഞാൻ പറയായിരുന്നു ഷൂട്ട് സമയത്ത് പറയായിരുന്നു ജിംഖാനയിൽ ഇങ്ങനെ പണിയെടുത്തിട്ടുണ്ട്, ഇത്രയും പണി കിട്ടി, പനി വന്ന് കിടപ്പിലായി, അങ്ങനെ കുറെ കഥകളും പറയുന്നു. അതൊക്കെ കേട്ടിട്ടാണ് നമ്മള് പടം കാണുന്നത്. അപ്പൊ ആ ഒരു എഫേർട്ട് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ വാഴയെ കുറിച്ച് പറയാം. കോണ്ടന്റ്സ് അല്ല, ഒരു കാലത്ത് ഇൻസ്റ്റാഗ്രാം ഫുൾ ട്രെൻഡ് അല്ലേ? എത്ര ഡയലോഗ്സ് ആൾക്കാർ അല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് എന്നെ അധികം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അല്ലേ? ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാലും അല്ല, ഞാൻ ഇവിടെ വന്നതിന് ശേഷം തന്തദൈവം എന്നുള്ള വാക്ക് ഇവനെ കണ്ടുപിടിച്ചെന്ന് അറിയുന്നത്. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഞാൻ ഇവന്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്, ഭയങ്കര വൈറലായിരുന്നല്ലോ. പക്ഷെ ഇവനാണ് അത് കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, കണ്ടുപിടിച്ചതെന്നാണ്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ഇവനെ മീറ്റ് ചെയ്തപ്പോൾ. പിന്നെ ഞങ്ങൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ വാഴയുടെ പൂച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഓൾറെഡി നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിലും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ജെല്ലാൻ അത്രയും സമയം എടുത്തില്ല പെട്ടെന്ന് തന്നെ.